ഒന്നടിച്ചു പാടിടുവിനുള്ളതു കൊണ്ടോണം കൊണ്ടാടുവിൻ. ചെമ്മെ നടന്നൊന്നു കുമ്മിയടിക്കുവിൻ, തമ്മിലടുക്കുവാനൊന്നായിടാൻ. സുന്ദരി പെണ്ണിന് പൊട്ടുകുത്താനെത്തി പൊൻപുലരി, തുമ്പക്കിടാവിൻ സ്വയംവരം കൂടുവൻ തുമ്പികളായിരം ചിന്തുപാടി. എടാ മോനെ, നീ സ്വയംവരയിലല്ലേ പോയത്? ആഘോഷം ഉഷാറാക്കണമെങ്കിലേ ആദ്യം സ്വയംവരെ തന്നെ പോകണ്ടേ. ശ്രീനാരായണപുരം പഞ്ചായത്ത് പടിഞ്ഞാറെ വെമ്പല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 22 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ നിർവഹിച്ചു. ഈ ഹെൽത്ത് സെന്റർ ഒരിക്കലും ജില്ലാ പഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലകളിൽ ഉൾപ്പെടുന്ന ഘടക സ്ഥാപനമല്ലാത്തതുകൊണ്ട് നേരിട്ട് ഒരു ഫണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനാവില്ല. അതുകൊണ്ടാണ് പ്രസിഡന്റ് MS-ഉമായി ആലോചിച്ച് MS അത് പറഞ്ഞപ്പോൾ തരാം എന്ന് പറഞ്ഞത്. ജില്ലാ പഞ്ചായത്തിന് അനുവദിക്കുന്ന ഫണ്ടുകൾ എന്ന് പറയുന്നത് വ്യത്യസ്ത വകുപ്പുകളിലായി ഉപയോഗിക്കേണ്ടതാണ്, വക മാറ്റി ചെലവഴിക്കാനാവില്ല. അതുകൊണ്ട് ഇത്തരം ഫണ്ട് അല്ലെങ്കിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് പ്ലാൻ ഫണ്ടാണ്. നമുക്കറിയാം, പ്ലാൻ ഫണ്ട് അനുവദിക്കുന്നതിന് ഒരല്പം ശാരീരിക ഗുസ്തി വേണമെങ്കിൽ നടത്തേണ്ടി വരും പഞ്ചായത്തുകളിൽ. കാരണം പഞ്ചായത്തിൻ്റെ ദൈനംദിന ചെലവുകൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി നീക്കിവെക്കുന്ന പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടുമൊക്കെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രൈസിസ് നമുക്കറിയാം. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 20 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന് ഒരു ജോയിന്റ് വെഞ്ചർ എന്ന രീതിയിൽ അനുവദിച്ചു കൊടുത്തത്. പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ മാറ്റങ്ങൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം വരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് ഒരു ഡോക്ടർ, ഒരു ഫാർമസിസ്റ്റ്, അതുപോലെ തന്നെ ഒരു നഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ ദിവസവേതനം അടിസ്ഥാനത്തിൽ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ആരോഗ്യ പരിപാലനത്തിൽ കുറേ കൂടി ഗൗരവമായി സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ജനങ്ങൾക്ക് സൗജന്യമായി സേവനം ലഭിക്കുന്ന ഒരു മേഖലയായി നമ്മുടെ ഫാമിലി ഹെൽത്ത് സെൻ്റർ മാറിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ സോന പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K അയൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CC ജയ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശോഭന ശാർങ്ങാധരൻ, സെക്രട്ടറി രഹന P ആനന്ദ്, വാർഡ് മെമ്പർമാരായ മിനി പ്രദീപ്, CS സുബീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ VK കാളിദാസ് എന്നിവർ സംസാരിച്ചു. PA നൌഷാദ് സ്വാഗതവും ഡോക്ടർ A പ്രിമ പോൾ നന്ദിയും പറഞ്ഞു. Tradition since 1969. Lakshmi Jewelry, Kodunallur, North Paravur, Chalakudi.